ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകിയിരിക്കുന്നു. ഈ ആരാധന ആരംഭിക്കുന്നതിനായി ഗായക സംഘം ഇപ്പോൾ വെസ്ട്രി ഹിം ആലപിക്കുന്നതായിരിക്കും. സ്വർഗത്തിൽ സന്തോഷമുണ്ട് നേരത്ത്, നഷ്ടമായി പോയൊരാടിതാ നല്ലിടയൻ തേടി ചെന്നു കണ്ടു തൻ തോളിലേറ്റി കൊണ്ടുവന്നവോ. ദേവദൂതരെ പണിയിടുവേ, സർവേശ്വരനെ നിങ്ങളാർപ്പി, രക്ഷിതാവിനാനന്ദം മഹത്തരം ഘോഷിക്കണം നാം എല്ലാവരും. നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രതമായ പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസികമായി തകർന്നിരിക്കുന്നവരെ ഈ ആരാധനയിലൂടെ അങ്ങ് ശക്തീകരിക്കണമേ. ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്നവരെ, രോഗങ്ങളെ അലട്ടുന്നവരെ സൗഖ്യദായക അനുഭവത്തിലേക്ക് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളും കൃപകളും അനുഭവിക്കുന്നവരെ, രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചവർക്ക് ദൈവത്തെ കുറെ കൂടി ആത്മാർത്ഥമായി സ്തുതിക്കുവാനും ഇടയാക്കണമേ. കർത്താവേ, കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഗായക സംഘത്തോട് ഒരുമിച്ച് 204 ഗീതം, പ്രാരംഭ ഗീതം 204, ലിറിക്സ് 204. വന്നിടണമേ സോനാഥ ഇന്നിയോഗമധ്യമേ, തന്നരുൾഗാമിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. തന്നരുൾഗാമിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. മണ്ണിടത്ത് വന്നനാഥ പൊന്നു തിരുമേനിയേ, നന്ദിയോടിതാ നിന്ദാസൻ വന്നു കൂടുന്നേ മുൻപ്. നന്ദിയോടിതാ നിന്ദാസൻ വന്നു കൂടുന്നേ മുൻപ്. താതനെ കൃപാനിധേ ശ്രീയേശുനാമം മൂലമേ
പ്രാർത്ഥന ചെയ്തിടുവാൻ തന്നിടണമാത്മദാനം പ്രാർത്ഥന ചെയ്തിടുവാൻ വേദവാക്യങ്ങളെയും മോദമോടുൾക്കൊള്ളുവാൻ താതനെ തുറക്കയങ്ങൾ ഉള്ളത്തെ തൃക്കൈകളാൽ താതനെ തുറക്കയങ്ങൾ ഉള്ളത്തെ തൃക്കൈകളാൽ ഇന്നു നിൻ തിരുവചനം ഘോഷിക്കും നിന്ദാസനം നിന്നനുഗ്രഹമിറവിൻ ശക്തിയെ നൽകിയിടണം നിന്നനുഗ്രഹമിറവിൻ ശക്തിയെ നൽകിയിടണം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. രണ്ടാം ഭാഗം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവേൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളിലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകൻ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നിറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്റെ പാറയും ചേർന്ന് ചൊല്ലാം, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമീൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഈ സമയത്ത് സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ജൂൺ മാസം 1-ാം തീയതിയിലെ ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ.
ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്ക ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്നു ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുതപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല ഭാഗങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ. പെന്തക്കോസ്തിനു പിൻപ് രണ്ടാം ജ്ഞായനുള്ള പ്രത്യേക അപേക്ഷ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ഉറവയും സത്യാന്വേഷകരുടെ ലക്ഷ്യവുമായ ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിക്കായും അന്വേഷണ കൗതുകത്തിനായും പരിചിന്തനത്തിനുള്ള പ്രാപ്തിക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഈ ലോകത്തിൽ ജീവിതത്തിലുണ്ടാകാവുന്ന തിന്മകളെയും പരീക്ഷകളെയും അതിജീവിച്ച് ജയം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അറിയുന്നതാണെന്നും എല്ലാ സത്യ അന്വേഷണത്തിന്റെയും ലക്ഷ്യം അതുതന്നെയാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സത്യം കണ്ടെത്തുന്നതിലൂടെ ഞങ്ങൾ രൂപാന്തരപ്പെട്ട ജയജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം, സങ്കീർത്തനം, ലേഖന വേദഭാഗം എന്നിവ വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഒന്നാം പാഠം 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ കേൾപ്പീൻ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 16-ാം വാക്യം മുതൽ. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്നു അവന്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന് 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയത് കൊണ്ട്
അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ വെള്ളക്കിലും അവളുടെ മരിച്ച മോനെ അടിയന്റെ വെള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ അങ്ങനെയല്ല, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവ ഒരു വാൾ രാജസന്നിധി കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്നു, പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളുകത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിന് തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധിയും ഇസ്രായേൽ ഒക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. യഹോവേ, നിന്റെ ചട്ടങ്ങളെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനത് അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അത് പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരിതായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യത്തിലേക്ക് തന്നെ എന്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യാജത്തെ നോക്കാത്ത വിധം എന്റെ കണ്ണുകൾ തിരിച്ച് നിന്റെ വഴികൾ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനം അടിയടെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്ന അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഞാൻ നിന്റെ പ്രമാണങ്ങൾ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയിൽ എന്നെ ജീവിപ്പിക്കണമേ. ഇവിടുത്തെ വേദഭാഗം അവസാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. 2-ാം പാഠം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെ. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തരെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവരും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇവിടെ പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ്
സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങളെ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. നാം ശ്രവിച്ചത് സുവിശേഷം ആകുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. ദൈവവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ ജ്ഞാനകീർത്തനങ്ങളിൽ 191 കീർത്തനം നമുക്ക് പാടാം. ഹിം നമ്പർ 191. ഈ കീർത്തനത്തിനു ശേഷം ഇന്നത്തെ ദൈവവചന സന്ദേശം പങ്കിടുന്നത് കൊച്ചിൻ മഹാടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ BN ഫെൻ തിരുമേനിയാണ്. നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ ജ്ഞാനകീർത്തനങ്ങളിൽ 191 കീർത്തനം പാടാം. ഹൃദയം നിറയ്ക്കുകേ ജീവനാം നിൻ കൃപയാലേ ആത്മകൺ തുറക്കുകേ ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും ഒരു പാലൻ തന്റെ പാത നിർമ്മലമാക്കിടുവാൻ കരുതേണം നിൻ പ്രമാണം കാത്തു സൂക്ഷിച്ചിടുവാൻ ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും തേടിയോരോ ശലോമോനും ഈ നിക്ഷേപം ദർശനേ നേടിക്കാത്തൻ സുപ്രസാദം കേട്ടു തൻ രഹസ്യത്തെ ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും ദൈവഭക്തർക്കടിസ്ഥാനം സത്യത്തിൻ പ്രകാശനം ജീവശക്തിയതിൻ ദാനം ഫലം ദിവ്യ സ്വാതന്ത്ര്യം ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും നടക്കുമ്പോളിടരാതെ ജ്ഞാനം കാൽകൾ സൂക്ഷിക്കും കിടക്കുമ്പോൾ കൈവിടാതെ ചുറ്റും കാവൽ നിന്നിടും ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം
ഭക്തൻ സത്യസമ്പത്തും വഞ്ചിക്കേണം പിഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം. പലപ്പോഴും ഏതാ ജ്ഞാനം, ഏതാ അറിവ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. അറിവ് ഏതെന്നും ജ്ഞാനം ഏതെന്നും മനസ്സിലാക്കുവാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായി, ഒരു വിരുന്ന് നടത്തുമ്പോൾ അവസാനമായി മധുരം നൽകപ്പെടുന്നു. പൊതുവെ ഐസ്ക്രീം അല്ലത് ഫ്രൂട്ട് സാലഡോ നൽകാറുണ്ട്. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ പല പഴവർഗ്ഗങ്ങളെയും കൂട്ടാണ് എന്ന് നമുക്ക് അറിയാം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം. പലപ്പോഴും ഏതാ ജ്ഞാനം, ഏതാ അറിവ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. അറിവ് ഏതെന്നും ജ്ഞാനം ഏതെന്നും മനസ്സിലാക്കുവാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായി, ഒരു വിരുന്ന് നടത്തുമ്പോൾ അവസാനമായി മധുരം നൽകപ്പെടുന്നു. പൊതുവെ ഐസ്ക്രീം അല്ലത് ഫ്രൂട്ട് സാലഡോ നൽകാറുണ്ട്. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ പല പഴവർഗ്ഗങ്ങളെയും കൂട്ടാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ തക്കാളിയും പഴവർഗ്ഗത്തിൽ ഉൾപ്പെട്ടതാണ്. ഫ്രൂട്ട് സാലഡിൽ തക്കാളി ചേർക്കേയില്ല. ഏത് പഴവർഗ്ഗങ്ങൾ ചേർക്കണമെന്നും ഏത് പഴവർഗ്ഗങ്ങൾ ചേർക്കരുത് എന്നും തിരിച്ചറിയുന്ന അറിവ് ജ്ഞാനം എന്ന് പറയുന്നത്. അറിവ് പഠനങ്ങളിലൂടെയും കേട്ടറിവിൽ കൂടിയും വളർത്തുവാൻ സാധിക്കും. വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നതിനെ കുറിച്ച് ഡിക്ഷണറിയിൽ പറയുന്നത് ഇങ്ങനെ: the quality of having experience, knowledge and good judgment, the quality of being wise. The quality of having experience, knowledge
and good judgment, the quality of being wise. അതായത് അനുഭവവും അറിവും ചേർത്ത് ശരിയായ നല്ല തീരുമാനമെടുക്കുവാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് അനുഭവവും അറിവും ചേർത്ത് ശരിയായ നല്ല തീരുമാനമെടുക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നും ജ്ഞാനത്തിൻ്റെ അടയാളമായി ലോകം കരുതപ്പെടുന്നത് സൊലമോൻ രാജാവിനെയാണല്ലോ. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഷേബാരാജ്ഞി സോളമനോട് ചോദിച്ച സകല ചോദ്യങ്ങൾക്കും നിഷ്പ്രയാസമായി ഉത്തരം നൽകുവാൻ സാധിച്ചു എന്ന് ഈ ഭാഗത്ത് പറയുന്നു. എന്തെല്ലാമാ ചോദ്യം ഷേബാരാജ്ഞി ചോദിച്ചത്, കടങ്കഥ എന്തെല്ലാം എന്ന് ഇവിടെ ഒന്നും പറയുന്നതുമില്ല. എന്നാൽ സൊലൊമോൻ രാജാവിനെ ഷേബാരാജ്ഞി പരീക്ഷിപ്പാൻ ഉപയോഗിച്ച ഒരു സംഭവത്തെ കുറിച്ച് പണ്ട് കാലം മുതൽ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഷേബാരാജ്ഞി 10 കുട്ടികളെ പെൺകുട്ടികളെ പോലെ ഒരുക്കി ഒരേ രീതിയിലുള്ള ഡ്രസ്സ് ധരിപ്പിച്ച് ദൂരെ ഇരുത്തി. ഷേബാരാജ്ഞി സോളമോൻ രാജാവോട് 10 പെൺകുട്ടികളിൽ 5 പേർ ആൺകുട്ടികളാണ്, അത് ആരെല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് പറയുക എന്ന ഒരു ചോദ്യം സോളമോൻ രാജാവിൻ്റെ മുൻപിൽ വയ്ക്കുകയും ചെയ്തു. സോളമോൻ രാജാവ് തൻ്റെ സേവകരോട് 10 കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും നൽകുവാൻ കൽപ്പിച്ചു. അവരവയെല്ലാം കഴിച്ച ശേഷം സോളമോൻ ഷേബാരാജ്ഞിയോട് ഇങ്ങനെ പറഞ്ഞു: അതായത് ഡ്രൈ ഫ്രൂട്ടിൻ്റെയും ആപ്പിളിൻ്റെയും വിത്ത് അല്ലെങ്കിൽ സീഡ്സ് ആരെല്ലാം തങ്ങളുടെ സ്കേർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടോ അവരെല്ലാം ആൺകുട്ടികൾ. ആരെല്ലാം സീഡ്സ് തങ്ങളുടെ കർച്ചീപ്പിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതോ അവരെല്ലാം പെൺകുട്ടികൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തിരിച്ചറിയുകയും ചെയ്തു. തൻ്റെ അറിവും അനുഭവവും ചേർത്ത് ശരിക്കുള്ള തീരുമാനമെടുക്കുവാൻ സാധിച്ചതിന് ജ്ഞാനം എന്ന് പറയുന്നത്. സൊലൊമോൻ തൻ്റെ അറിവും അനുഭവവും ചേർത്ത് ശരിക്കുള്ള തീരുമാനമെടുക്കുവാൻ സാധിച്ചതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നാമതായി, ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ, ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു? സോളമോൻ രാജാവ് പറയുന്നത് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭരണം എടുക്കേണ്ടത് വന്നു. അപ്പോൾ സോളമോൻ ദൈവത്തോട് തൻ്റെ നന്മയ്ക്കായി അല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി അപേക്ഷിക്കുകയും അത് ദൈവം കേട്ട് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സോളമോന് ജ്ഞാനം നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ 2-ാം അധ്യായം 6-ൽ പറയുന്നത്: യഹോവയല്ലയോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നത് എന്ന് സോളമോൻ പറയുന്നത്. യഹോവ അല്ലയോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നത് എന്ന് സോളമോൻ പറയുന്നു.
യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബ് ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറിക്കിടക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് എഴുതിയ കത്തിൽ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. യാക്കോബ് 1:5 നിങ്ങൾ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനം ദൈവത്തിൽ നിന്ന് ഔദാര്യമായി ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതാണ്. രണ്ടാമതായി, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവരെ എങ്ങനെ നാം തിരിച്ചറിയുവാൻ സാധിക്കും? ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവരെ എങ്ങനെ നാം തിരിച്ചറിയുവാൻ സാധിക്കും? യാക്കോബ് തൻ്റെ കത്തിൽ 3:13 ഇങ്ങനെ പറയുന്നു: ജ്ഞാന ലക്ഷണമായ സംയതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ജ്ഞാനലക്ഷണമായ സംയതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു എന്ന് പറയുക ആണെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം സൗമ്യതയോടെയും നല്ല നടപ്പിൽ കൂടിയും, അതായത് സാക്ഷ്യമുള്ള ജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം സൗമ്യതയോടെയും നല്ല നടപ്പിൽ കൂടിയും, അതായത് സാക്ഷ്യമുള്ള ജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നാം പഠനത്തിൽ കൂടിയും കേൾക്കുന്നതിൽ കൂടിയും ലോക അറിവ് വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ അറിവിൻ്റെ കൂടെ ദൈവം ഔദാര്യമായി നൽകുന്ന ജ്ഞാനവും സ്വീകരിച്ച് നമ്മെ ചുറ്റിയുള്ള ജനങ്ങൾക്ക് നന്മകളെ പകർന്നുകൊണ്ട് ജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
അനുഗ്രതമായ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആയുസ്സായും ആരോഗ്യമായും കൂടെയിരുന്നു. പ്രത്യേകിച്ചും ഒരു COVID-19 ഒരുപാട് പ്രയാസങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിലും അതിൻ്റെ പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ആരാധന ആശ്വാസത്തിനും സൗഖ്യത്തിനും മുഖാന്തരമാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ: ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡി, വെർച്വലായിട്ടുള്ള ബൈബിൾ സ്റ്റഡി നടത്തപ്പെടുന്നതാണ്. യൂത്ത് മീറ്റിംഗ് 7:30 ഉള്ളത് കൊണ്ട് വെർച്വൽ മീറ്റിംഗിൻ്റെ സമയം 6 മണി എന്ന് മാറ്റിയ വിവരം ഓർപ്പിക്കുന്നു. 6:30 മണിക്കായിരുന്നു ഇതിനു മുൻപ് തുടങ്ങിയിരുന്നത്. യൂത്ത് അംഗങ്ങൾക്കും കൂടി ഈ വെർച്വൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെയും കൂടി ആവശ്യപ്രകാരമാണ് സമയത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. വെർച്വൽ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നടത്തപ്പെടുന്നതായിരിക്കും. നമ്മുടെ ദേവാലയത്തിൻ്റെ യൂത്ത് അംഗങ്ങളുടെ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം 7:30 മണിക്ക് നടത്തപ്പെടുന്നതാണ്. നമ്മുടെ യുവജന അംഗങ്ങൾ തന്നെയാണ് ഇതിൽ ദൈവവചന സന്ദേശവും പങ്കിടുന്നത്. വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഈ യൂത്ത് മീറ്റിങ്ങിൽ നമ്മുടെ ദേവാലയത്തിലെ താല്പര്യമുള്ള ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യുവജന സഖ്യാംഗങ്ങളല്ലാതെ താല്പര്യമുള്ള എല്ലാവരും പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. തിരിച്ചും ഈ 2 മീറ്റിങ്ങിലും ബൈബിൾ സ്റ്റഡി കൂടാതെ ഇന്റർസെസറി പ്രെയർ എന്ന് പറയുന്നതിന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരും ഇന്റർസെസറി പ്രെയറിന്റെ സമയത്തും പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ ആളുകളൊക്കെ ഒത്തിരി മാനസികമായ സമ്മർദ്ദത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ലോകം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 8 മണി മുതൽ 8:45 വരെ നമ്മുടെ വീക്കിലി പ്രെയർ നടത്തപ്പെടുന്നു. നമ്മുടെ ഡയറക്ടറിയിലെ ഓർഡർ അനുസരിച്ച് 10 കുടുംബങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. 5 കുടുംബങ്ങൾ അതിന് നേതൃത്വം നൽകുന്നു. 15 കുടുംബങ്ങളെ മനസ്സിലാക്കുവാനൊക്കെ ഉള്ള സമയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു പ്രെയറിൽ, ആരാധനയിൽ പങ്കെടുക്കുന്ന അതേ സാന്നിധ്യത്തിൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളെ അവരുടെ ചെറിയൊരു വിവരണം നൽകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളെ മനസ്സിലാക്കുവാനൊക്കെ ആ കൂടിവരവ് ഇടയായിത്തീരുകയും ചെയ്യും. നമ്മളും ആ ലിസ്റ്റിലുള്ളവരാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. അതുകൂടാതെ അന്നേ ദിവസം രോഗങ്ങളുടെ, ആശുപത്രികളുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന നമ്മളുടെ കുടുംബാംഗങ്ങളെ ഓർത്തും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം 7:45 മുതൽ വെർച്വൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ബൈബിൾ സ്റ്റഡിയും ഇന്റർസെസറി പ്രെയറും, അതിലും എല്ലാവരും പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു.
എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 11:30 വരെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ പഴയ സാഹചര്യത്തിലേക്കുള്ള തിരിച്ചുവരവിനായി, അനേകരുടെ സൗഖ്യത്തിനായി സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. വെല്ലൂരിലേക്കുള്ള CMC വെല്ലൂർ പഠനത്തിനായുള്ള MBBS തുടങ്ങിയ കോഴ്സുകൾക്കുള്ള അപേക്ഷിക്കേണ്ട സമയമാണല്ലോ. മഹാടവക തലത്തിലുള്ള സ്പോൺസർഷിപ്പ് ലഭിക്കേണ്ടവര് അതിന്റെ ക്രമീകരണം ചെയ്ത് ഇടവക പട്ടക്കാരന്റെ ശുപാർശയോടുകൂടി മഹാടവയിലേക്ക് അറിയിക്കണം. ജൂൺ മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ വളരെ നേരത്തെ തന്നെ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഫോർമർലി നോർത്ത് കേരള ഡയസിസ് എന്നുള്ളതാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് CMC വെല്ലൂരിന് അപേക്ഷിക്കുന്നവർ മഹാടവക ചോദിക്കുമ്പോൾ നോർത്ത് കേരള ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത് എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ ഇന്നു മുതൽ നമ്മുടെ അധ്യാപകർ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപഠനത്തിനായി ശക്തീകരിക്കണമേ എന്ന് എല്ലാ മാതാപിതാക്കളോടും ഓർപ്പിക്കട്ടെ. നാം വിവാഹ വിളിച്ചു ചൊല്ല് നടത്തിയിരുന്നു. നമ്മുടെ സഭാംഗമായ ഉമ്മൻ പൊന്നൂസിന്റെയും സാറ ഉമ്മന്റെയും മകൾ നീതു എലിസബത്ത് പൊന്നൂസും മത്തായി വർഗീസിന്റെയും അന്നമ്മ മത്തായിയുടെയും മകൻ ജെറിൻ മത്തായും തമ്മിലുള്ള വിവാഹം ഇന്നലെ തിരുവല്ലയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടു. മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത പ്രിയ കുടുംബത്തെ ആശീർവദിച്ചു. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അവരുടെ മന്ത്രകോടിയിലുള്ള പിക്ചർ കാണാവുന്നതാണ്. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി 3 ആഴ്ച വിളിച്ചു ചൊല്ലുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്ത സമയത്ത് നിങ്ങളൊക്കെയും അതിൽ പങ്കുകാരായിരുന്നു. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നാളെ നമ്മുടെ സഭാംഗമായ നെബു ഐ തോമസിന്റെയും സുധ എലിസബത്തിന്റെയും മകൾ ഷിഗയുടെ വിവാഹമാണ്. ഇപ്പോൾ അവര് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കുക. തിരുവല്ലയിൽ വെച്ച് നാളെ അവരുടെ വിവാഹം, ദീപക്കുമായിട്ടുള്ള അവരുടെ വിവാഹം ഏറ്റവും ഭംഗിയായി ആശീർവദിക്കപ്പെടുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭാംഗങ്ങൾ കോവിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവരെ പ്രത്യേകിച്ച് ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കോവിഡിന്റെ ഭാരങ്ങൾ അനുഭവിച്ച് ഹോസ്പിറ്റലിലായിരിക്കുന്നത് നമ്മുടെ ദേവാലയത്തിന്റെ ട്രഷറായിരിക്കുന്ന ബിനോയ് മേലേടത്തും മിനി ടീച്ചറുമാണ്. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. മിനി ടീച്ചർക്ക് ചെറിയ ബ്രീത്തിങ് പ്രയാസങ്ങളൊക്കെയും ഉണ്ട്. നമുക്കറിയാം ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ആ കുടുംബത്തെ ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. പ്രവീണും കുടുംബവും വീട്ടിൽ ഏകദേശം ശാരീരികമായ കോവിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും വീട്ടിലൂടെ അവര് റിക്കവറായിട്ട് വരുന്നു. മറിയാമ്മ ജേക്കബ് ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് മകനോടുകൂടെ ആയിരിക്കുന്നു. ഡോക്ടർ കോശിയും ആൻഡ്രുവും നെഗറ്റീവായി അവരും അവരുടെ ആതുര ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. കോവിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. തിരിച്ച് നെഗറ്റീവായി ഭവനത്തിലേക്ക് എത്തിയവരെയും ഒക്കെ അവരുടെ കുടുംബങ്ങളെയൊക്കെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ കുടുംബങ്ങളിൽ രോഗങ്ങളുടെയും
മാനസികമായ പിരിമുറുക്കങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ നിമിഷങ്ങളെ വേർതിരിക്കണം. നമുക്ക് ദൈവം ആരോഗ്യവും അതിനായി സാഹചര്യവും നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാനും മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ: ജന്മദിനം ബിനു സജു ജോർജ്, ജോളി ജസ്റ്റിൻ, ലീലാമ എസ് സാമുവേൽ, സെമിൻ അലക്സ്, ടിൻസ മെറിൻ തോമസ്, വർഗീസ് കെ ഈപ്പൻ, ജോർജ് ടി ജി, ജോസഫ് കെ ഇ, രാജേഷ് സാമുവേൽ, റൂബി ജെയിംസ്, അന്ന ഷിഗ വർഗീസ്, ജേക്കബ് തോമസ്, ജെയിംസ് എൻ എസ്, ജൊഹാൻ മാത്യു, ഷാജി വി ഐസക്, യേശുദാസ് കെ ജെ, അന്നമ്മ ഈപ്പൻ, ജെബ്സൺ വർഗീസ്, മനോജ് മാത്യു ഇ, റേച്ചൽ തോമസ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ: ഏലിയാമ്മ ജോൺ, ലിനി ഈപ്പൻ. വിവാഹ വാർഷികം: മിസ്റ്റർ കിഷോർ വി ആൻഡ് മിസ്സിസ് രജനി പി പി, മിസ്റ്റർ അലൻ തോംസൺ ജേക്കബ് ആൻഡ് മിസ്സിസ് ക്ലാരിറ്റ ജേക്കബ്. ഈ വ്യക്തികളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം വലിയൊരു പകർച്ചവ്യാധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഇസ്രായേൽ ജനത്തെ പകലിന്റെയും രാത്രിയുടെയും അനുഭവത്തിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും അനുഭവമായി കാത്തു സൂക്ഷിച്ചതുപോലെ കഴിഞ്ഞൊരു വർഷം നിന്റെ മക്കളെ കാത്തു സൂക്ഷിച്ച വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവര് കഴിഞ്ഞ ആഴ്ചയിലും ഇന്നുമായി ആരംഭിച്ചിരിക്കുന്ന പുതിയ വർഷം ദൈവ കരുതലും കാവലും ഒക്കെ ഉള്ളതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ നടത്തിപ്പ് അവരുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കുവാൻ ഗായക സംഘം ഇപ്പോൾ ഞാൻ നിന്നെ കൈവിടുമോ എന്നുള്ള ഏറ്റവും നമ്മെ സ്പർശിക്കുന്ന പാട്ട് പാടുന്നതാണ്. ഈ കാലയളവിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു ഗാനമാണ് ഗായക സംഘം പാടുന്നത്. അതിനുശേഷം പാസ്റ്റേറ്റ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഒരാളും ഗായക സംഘത്തെ പ്രതിനിധീകരിച്ച ഒരാളും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാവുന്നതാണ്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളായി പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ,
മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് യോജിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രഭാതത്തില് ഈ വിശുദ്ധ ദിവസത്തില് പല ഭവനങ്ങളിലായിരിക്കുന്ന കർത്താവെ, നിന്റെ സഭാജനങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം നീ ചെയ്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലൊക്കെയും അടിയങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് സമാധാനവും സുഖമായ ഉറക്കവും നൽകി ഈ പ്രഭാതം കാണിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വിട്ട കാലം മുതൽ സഭയെ നീ കാത്ത് പരിപാലിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് അടിയങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരാഴ്ച കർത്താവെ, സഭയിലെ ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതൊക്കെ ഓർത്ത് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്ന ബിനോയ്ക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്ക് കർത്താവെ പൂർണ്ണ സൗഖ്യം നൽകുവാൻ നിനക്ക് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ പ്രയാസങ്ങളെല്ലാം മാറുവാനും കർത്താവെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെ ഇരുന്ന് കർത്താവെ പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് രോഗത്തിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്ത പ്രവീണിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ കോശിക്കും കെവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കൊക്കെ പൂർണ്ണ സൗഖ്യം നൽകി ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അറിവിലല്ലാതെ ആരെങ്കിലും പ്രയാസത്തിലോ രോഗത്തിലോ ദുഃഖത്തിലോ ഉണ്ടെങ്കിൽ കർത്താവെ, അവരെ ഞങ്ങൾ ഈ സമയത്ത് തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ ആവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും തുടർന്ന് നൽകി പൂർണ്ണ സൗഖ്യത്തോടെ സഭയിലേക്ക് കടന്നു വരുവാൻ നീ കൃപ ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് കർത്താവെ ആത്മീയമായ നേതൃത്വം ഏറ്റവും ഭംഗിയായി നൽകുവാൻ തക്കവണ്ണം നീ സ്വർഗത്തിൽ നിന്ന് പരിജ്ഞാനം കൊടുത്ത് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും ആരോഗ്യത്തോടെ നടത്തണമേ, താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡയസിസിലെ എല്ലാ സഭകൾക്കും ആത്മീയമായ നേതൃത്വം ദൈവികമായ പരിജ്ഞാനത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ബിഷപ്പിനെയും കുടുംബത്തെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയസിസിലെ എല്ലാ അച്ഛന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉപദേശിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം അവരുടെ മേലൊക്കെയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡിന്റെ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയൊക്കെയും നീ കാത്തുകൊള്ളണമേ. കർത്താവെ, ഈ മഹാമാരി വേഗം മാറിപ്പോകുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
സംഘടനകള് കർത്താവെ അവർക്ക് നേരിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങള് കൂടുന്ന ഞായറാഴ്ചത്തെ പ്രാർത്ഥന, ബുധനാഴ്ചത്തെ പ്രാർത്ഥന, യൂത്തിന്റെ പ്രാർത്ഥന, കർത്താവെ ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനും തുടർന്നും നടക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ദൈവികമായ എല്ലാ കൃപകളും നൽകണമേ, ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. കർത്താവെ അതിനും ഉള്ള ടീച്ചേഴ്സിനെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്കെല്ലാം സമാധാനത്തോടെ കടന്നു വരുവാൻ തൊക്കെ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഒരിക്കൽ കൂടി തൃക്കരങ്ങൾ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശാരീരികമായ ക്ഷീണതകൾ അനുഭവിക്കുന്നവര്, തനിയെ താമസിക്കുന്നവര്, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. സാമ്പത്തികമായ പ്രയാസത്തിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഓരോരുത്തരുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുമെന്ന് പറവാൻ തക്കോണം എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷീണതയിലിരിക്കുന്ന അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേസരി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വള്ളന്തോടത്തിലെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമണി കൊച്ചിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവര് നിന്റെ സേവനത്തിലായിരുന്നുവല്ലോ, അവരെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഇന്ന് ഈ ആരാധനയിലേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. നാളത്തെ വിവാഹം നടക്കുന്നുവല്ലോ, ആ വിവാഹത്തില് പങ്കെടുക്കുന്ന, ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ചോദിച്ചതിലധികമായ കൃപകളാൽ അടിയങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഏറ്റവും അനുഗ്രഹത്തോടെ നടത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പാനുമായ യഹോവയാം ദൈവമേ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തെ കാണുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രി അടിയങ്ങൾക്ക് എല്ലാവർക്കും സുഖകരമായിട്ടുള്ള നിദ്ര നൽകി ദൈവമേ ആശ്വാസത്തോടെ സന്തോഷത്തോടെ ഉണർന്ന തൃപ്പാദത്തിങ്കൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തെ വരവേൽക്കുവാനിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എത്രയോ പേര് ഈ ഒരു മഹാമാരിയുടെ ആക്രമത്തിൽ അകപ്പെട്ട് കർത്താവെ ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെയായി കഴിയുന്നു. ദൈവമേ, അടിയങ്ങളുടെ സഭയിലെ കൊയർ മെമ്പറായ മിനിയെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അപ്പച്ച എത്രയും വേഗം പരിപൂർണ സൗഖ്യം പ്രാപിച്ച് വീട്ടിലെത്തുവാനും ദൈവത്തെ നന്ദിയോട് സ്തുതിപ്പാനും കർത്താവെ പ്രിയദാസിക്കിടയാക്കി തീർക്കണമേ. ബിനോയെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ അടിയങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവം തമ്പുരാൻ ഒരിക്കലും അത് കേൾക്കാതിരിക്കുകയില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമേ, അവിടുന്ന് സൗഖ്യം നൽകണമേ. അവിടത്തേക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. പിതാവേ, മരിച്ചു 3 നാൾ കഴിഞ്ഞതായിട്ടുള്ള ശവശരീരത്തിന് പോലും ജീവൻ കൊടുപ്പാൻ ശക്തിയുള്ള ദൈവം ഇന്നും അടിയങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നുവെന്ന് പരിപൂർണമായിട്ട് അടിയങ്ങൾ വിശ്വസിക്കുകയും കർത്താവെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അധൈര്യപ്പെട്ടു പോകാതെ ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിച്ച് കർത്താവെ അവർ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ അവരെ എല്ലാം ഏൽപ്പിക്കുന്നു. പൊന്നുതിരുമേനി കൊയറിനെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൊയറിലുള്ള എല്ലാ അംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, തിരുനാമ മഹത്വത്തിന് വേണ്ടി പാടി ദൈവത്തെ സ്തുതിപ്പാൻ അടിയങ്ങൾക്കും അതിനിടയാക്കി തീർക്കണമേ. അതിനുള്ള തടസ്സങ്ങളെ എല്ലാം മാറ്റി തരണമേ കർത്താവെ. സന്തോഷത്തോടെ എല്ലാവരും കൂടെ ദേവാലയത്തിൽ ചേർന്ന് ദൈവത്തെ പാടി സ്തുതിപ്പാനുള്ള അവസരത്തെ അടിയങ്ങൾക്ക് നൽകണമേ പിതാവേ. കർത്താവെ, അച്ഛൻ്റെ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്ര മനോഹരമായിട്ടുള്ള വചനവും മനോഹരമായിട്ടുള്ള ശുശ്രൂഷ നടത്തി കർത്താവെ അടിയങ്ങളെ പരിപോഷിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അച്ഛനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ തിരുമറവിൽ പാർപ്പിക്കുകയും കർത്താവെ ആവശ്യമുള്ള എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് നടത്തി കൊടുക്കുകയും ചെയ്യണമേ പിതാവെ.
ദൈവമേ, സഭയിലെ എല്ലാ ജനങ്ങളെയും കർത്താവെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ക്ഷീണതയിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആളാമ്പ്രതി പേരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ, ലോകമെമ്പാടുമുള്ള രോഗികളെ മുഴുവൻ അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എല്ലാവരും ജീവനുള്ള ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് നോക്കുവാൻ, അവരവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമ ചോദിക്കുവാൻ തക്കോണം ദൈവമേ എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, ലോകത്തിൽ നിന്ന് തന്നെ ഈ ഒരു മഹാമാരി അടിയങ്ങളെ വിട്ടു പോകുവാൻ തക്കോണം എല്ലാവരും ആ ജീവനുള്ള ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവെ, ഇതുവരെയും അടിയങ്ങളോട് കൂടെ ഇരുന്നു, ഇത്ര നാളും അടിയങ്ങളെ നടത്തി. കർത്താവെ, സ്വന്തം അമ്മ മറന്നുപോയാലും മറക്കാത്ത ഒരു ദൈവമാവുന്ന അടിയങ്ങളോടൊപ്പമുള്ളത്. കർത്താവെ, പാട്ടുകാരനിപ്പോൾ പാടിയടിങ്ങളെ കേൾപ്പിച്ചതുപോലെ മറക്കാത്ത ഒരു ദൈവമാവുന്ന അടിയങ്ങളോടൊപ്പമുള്ളത്. കർത്താവെ, ദൈവസന്നിധിയിൽ അടിയങ്ങൾ കൂടുതലായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരും ആരോഗ്യത്തോടെ, കർത്താവെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് കാണുവാൻ തക്കോണം ഇടയാക്കി തീർക്കണമേ. അവിടുന്ന് തന്നെ കൂടെ ഇരിക്കണമേ, നടത്തണമേ. ആ ദിവസാനം അവിടുത്തെ കൃപകളാൽ അടിയങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ. തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. സർവകാര്യങ്ങളും പുത്രന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് പൊതുവിലുള്ള സ്തോത്രം ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വവുമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് നിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളെയൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷയും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അടിയാരുടെ ആഗ്രഹങ്ങളെയും രോഗികൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി. ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിപ്പീൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ബലമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ.
ഞാൻ കീർത്തനങ്ങളിൽ 289 കീർത്തനം, ഹിം 289. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ നല്ല കർത്താവേ, ലോകം ഒരു മഹാമാരിയുടെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവേ, അങ്ങയുടെ വേർപാടിന്റെ അനുഭവത്തിൽ ശിഷ്യഗണങ്ങൾ മാളികമുറിയില് പേടിച്ചു വാതിലടച്ചിരിക്കെ അങ്ങ് അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുവല്ലോ. അപ്രകാരം ഒരു അനുഭവത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മയപ്പാടുകളുടെ നടുവിൽ കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ, ഞങ്ങളുടെ മനസ്സ് തകർന്നു നിൽക്കുന്നതായ ഈ നിമിഷത്ത് ഞങ്ങളുടെ ചാരി വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്നും നിങ്ങൾക്ക് സൗഖ്യമെന്നും പറയുവാൻ
അച്ഛാ മ്യൂട്ട്. ദൈവമായ കർത്താവേ, രോഗത്തിന്റെ കിടക്കയിലായിരിക്കുന്നവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കവിയെ ഞങ്ങൾ 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തിന്റെ നിഴലിൽ കീഴിൽ പാർക്കുമ്പോൾ യഹോവ എന്റെ സങ്കേതവും ബലവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് പേടിപ്പിക്കാനില്ല എന്ന് പറയുന്നു. ഈ 10-11 വാക്യങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയെ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ളതാണല്ലോ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ളതാണല്ലോ. ആ ദൂതന്മാരുടെ കാവലും കോട്ടയും ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് ഭയപ്പാടോടുകൂടി ജീവിച്ചവർക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതുപോലെ മാനസികമായ പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ആശുപത്രി കിടക്കയിലും ഭവനത്തിന്റെ കർത്താവ് ഉള്ളറകളിലും അങ്ങ് അവരെ സൗഖ്യദായകനാണെന്ന് തിരിച്ചറിയുവാൻ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ അങ്ങ് തൊടണമേ, അങ്ങ് ശക്തീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു പൈതങ്ങൾ മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവേ, പ്രത്യേകിച്ചും ആശുപത്രിയിലായിരിക്കുന്ന പ്രിയ മിനി ടീച്ചർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ ശരീരത്തെ ദൈവത്തിന്റെ കരസ്പർശിക്കുകയും ഡോക്ടർമാരിലൂടെ കൊടുക്കുന്ന മരുന്നിലൂടെ പരിചരിക്കുന്ന നഴ്സുമാരിലൂടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്ന ഗായക സംഘത്തിലൂടെ ദൈവത്തെ പാടുവാൻ, സ്തുതിക്കുവാൻ, ദൈവത്തിനായി സാക്ഷിയായി നിലകൊള്ളുവാൻ പ്രിയ വീണ്ടും മൈക്ക് ഓഫ് ആയി പോയി അച്ഛൻ. കോവിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവർക്കായിട്ടും സ്തോത്രം. എല്ലാവരെയും ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടി. നമുക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാത നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ഭവനത്തിൽ നിന്നും ഈ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഇത് നമ്മുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ജീവിതത്തിലേക്കുള്ള ഒരു മടക്കത്തിനുമൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ആരാധന തടസ്സം കൂടാതെ ആരാധനയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ വേദപുസ്തകം വായിച്ചവരെയും ഗാനങ്ങൾ ആലപിച്ചവരെയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരെയും ഗായക സംഘത്തിന് നേതൃത്വം നൽകിയ കുടുംബത്തെയും എല്ലാ കുടുംബാംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഒത്തൊരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമ്മുടെ രോഗികൾക്ക് സൗഖ്യവും നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.